ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേവിഡ് റിയൻസ്. അപ്പോൾ നമ്മുടെ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം എമ്പുരാൻ നാളെ റിലീസ് ചെയ്യണം. അപ്പം അതിന്റെ തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത പടം തുടരും. ആ പടത്തിന്റെ ട്രെയിലർ തന്നിട്ടുണ്ട്, ഒന്ന് കണ്ടുപോകാം. സംഭവം ഞാൻ കാത്തിരിക്കുന്ന ഒരു മോഹൻലാലുണ്ട്, നമ്മുടെ പഴയ ആ ഒരു മോഹൻലാൽ, മാസല്ല ക്ലാസ്. അപ്പൊ അങ്ങനൊരു സാധനം ആണ് ഈ പടം എന്ന് ഒരുപാട് ന്യൂസുകളൊക്കെ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ കേട്ടത്. അപ്പൊ എന്തായാലും ട്രെയിലർ വന്നു നോക്കി, ട്രെയിലർ വന്നു, നമുക്കതൊന്ന് സംഭവം ഒന്ന് കണ്ടു നോക്കാം. പോസ്റ്റർ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു തമ്പനയിലുണ്ടല്ലോ, തമ്പനയിൽ കൊള്ളാം. പഴയ അവരുടെ രണ്ടുപേരുടെ ഫോട്ടോയാണ്, അത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും നല്ല രസമുണ്ട്. എന്തായാലും ട്രെയിലർ കണ്ടു നോക്കാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? മോഹൻലാൽ ശോഭന എടേ, ആ ഒരു സാധനം കണ്ട ചാക്കെടുത്ത് വിട്ട സീന്. സംഭവം ഒന്നും കൂടെ കാണാം. ചാക്കെടുത്തിട്ടൊരു സാധനം കണ്ടോ? ആ താടി തൊട്ട് കൈ ഞാൻ വെട്ടു. താടി തൊട്ടാ കൈ വെട്ടും, പക്ഷെ താടി ഇപ്പൊ എടുത്തു. കുറെ എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഡയലോഗ് ആയിരുന്നു കേട്ടോ. അയ്യോ പാവം വിളിച്ചതാടാ. എന്താണ്? എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്നു വട്ടം എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ. എന്റെ കാറ് കിട്ടൂല. കിളി പോവും. ടീം മാറി. அந்த ஆளுக்கு காரை கையில கட்டியா கிளி போகும். നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ നിർത്തി കട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത്. ആ സാധനം കണ്ട നീ? ആ സാധനം കണ്ട? അഭിനയിക്കാൻ അറിയില്ല, മുഖത്ത് ഭാവം ഒന്നും വരില്ല. കണ്ട മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കുകയല്ലേ. ആദ്യം ഒരു കാര്യം പറയട്ടെ, പഴയ മോഹൻലാൽ ഇനി തിരിച്ചു വരില്ല. മോഹൻലാലിന്റെ അഭിനയമൊക്കെ എവിടെയോ പോയി, എന്തൊക്കെയോ മുഖത്ത് കുത്തിയതോടുകൂടി മോഹൻലാലിന്റെ അഭിനയം പോയി. പിന്നെ താടി പ്രശ്നമാണ്, താടി എടുത്തു കഴിഞ്ഞാൽ വൃത്തികേടാവും. അങ്ങനെ തുടങ്ങി ഒരുപാട് മേളത്തരങ്ങൾ ഇവിടെ ഓരോരുത്തന്മാര് പറഞ്ഞുകൊണ്ട് നടന്നായിരുന്നു. അവർ ഈ ട്രെയിലർ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ കാണും. ഈടാ പഴയ മോഹൻലാൽ വന്നടാ, പഴയ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരുന്നൊരു മോഹൻലാലുണ്ട്. ആ സാധനം അവിടെ വന്നിട്ടുണ്ട്. അത് ക്ലാസ് നമ്മൾ കുറെ നാളുണ്ട്. എമ്പുരാന്റെ ട്രെയിലറൊക്കെ ഓക്കെ, അതൊരു മാസ സാധനമാണ്. പക്ഷെ ആ ഒരു സംഭവം മോനെ ഒരു രക്ഷയില്ല. ട്രെയിലർ ആ ലാസ്റ്റ് ഒരു ട്രെയിലറിന്റെ ഒരു 15-20 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഒരു കോമഡി ജാണർ വന്നിട്ട് ടപ്പീന്ന് പ്ലാറ്റ് അങ്ങ് മാറ്റി കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും
നമ്മളിവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ ഇടയ്ക്കൊരു ഇന്റർവ്യൂവില് മോഹൻലാൽ തന്നെ പറയുന്നതായിട്ടൊരു സാധനം കണ്ടിരുന്നു. അടുത്തൊരു ദൃശ്യ മോഡൽ ഒരു സിനിമ ആയിരിക്കും എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് ഇതിന് കൂടുതലൊന്നും പറയാനില്ല. ഈ കളിയാക്കാൻ നിന്നവരെല്ലാം ജാവോ ജാവോ ജാവോ, അത് മാത്രമേ പറയാവുള്ളൂ. എന്തായാലും ഈ വർഷം കലക്കും. ആ പഴയ ലൊടുക്ക് പടങ്ങളിലൂടെ കയറാതെ പുതിയ ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. പുതിയ പുതിയ പടങ്ങൾ പറഞ്ഞുണ്ട്. എന്തായാലും ഈ സാധനം ഉറപ്പിച്ചോ, കിടുക്കും. ഈ പടം കത്തും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഉറപ്പാണ്. എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന പഴയ മോഹൻലാൽ എന്ന് പറയുന്ന ആ മുഖത്ത് മാനറിസങ്ങളൊക്കെ പറഞ്ഞ ഒരു മോഹൻലാൽ ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ ഈ ട്രെയിലറിൽ കണ്ട സാധനം. കൂടുതലൊന്നും ഞാൻ പറയില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് ഒരു 2 തവണ കൂടി ട്രെയിലർ കാണണം. ഒരു രസമുണ്ട്, നല്ലൊരു വൈബ് സാധനം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി നാളെ എമ്പുരാൻ പടം ഫസ്റ്റ് ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എമ്പുരാൻ കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് പരിപാടികൾ പറയാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം.